ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ നെൽസൺ തോമസ് മുംബൈ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ധ്യാനത്തിനായി 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിക്കാം. അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഒരിക്കൽ റോഡരികിൽ മരിച്ചു വീണ ഒരു ഭിക്ഷക്കാരൻ്റെ ഭാണ്ഡക്കെട്ടുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ കാണുവാൻ കഴിഞ്ഞത് 7 ലക്ഷത്തിലധികം രൂപയാണ്. തൻ്റെ കൈവശം ധാരാളം പണമുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ, അത് അനുഭവിക്കാതെ ഭിക്ഷയാചിച്ചുകൊണ്ട് റോഡരികിൽ മരിച്ചു വീണ ഒരു പാവപ്പെട്ട മനുഷ്യൻ. ഇത് പലപ്പോഴും ആത്മീക ജീവിതത്തിലും അനുഭവിപ്പാനും സംഭവിക്കുവാനും സാധ്യതയുണ്ട്. കൊരിന്തിലെ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധേയമാണ്. നിങ്ങൾ സമ്പന്നരായിത്തീർന്നു. 3 വിഷയങ്ങളാണ് ഇവിടെ ഒന്നും നാം ശ്രദ്ധിക്കേണ്ടത്. 1, യഥാർത്ഥ സമ്പത്ത് ആത്മീക സമ്പത്താണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദൈവവിഷയമായി സമ്പന്നനാകാതെ, ദൈവവുമായുള്ള ബന്ധത്തിൽ നന്മകൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കാതെ ലോകപ്രകാരമുള്ളതായ ധനത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢനാണ്. ലൂക്കോസ് 16:11 അതേ ആശയം പറയുന്നുണ്ട്. യഥാർത്ഥ സമ്പത്ത് അത് ദൈവിക വിഷയത്തിൽ ലഭിക്കുന്ന സമ്പന്നതയാണ്. വെളിപ്പാട് 3-ലെ സംഭവം നമുക്കറിയാം. ലവദോക്കിയ സഭ സമ്പന്നർ എന്ന് പ്രശംസിച്ചവരെ നോക്കി കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾ നഗ്നരും കുരുടരുമാണ്. അപ്പോൾ തന്നെ വെളിപ്പാട് 2-ൽ സ്മുർന്നയിലെ സഭയോട് പറഞ്ഞത്, നിങ്ങൾ ദരിദ്രരാണ്, നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും നിങ്ങൾ ധനവാന്മാരാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീകമായ സമ്പത്ത്, നമുക്ക് ലഭിക്കുന്ന ആത്മരക്ഷ, ദൈവകൃപ, അതിൻ്റെ അനുഭവം, ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, സ്നേഹം, ദയ, ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, ഇതാണ് ആത്മീക സമ്പത്ത്. ഇതാണ് യഥാർത്ഥ സമ്പത്ത്. ലോകപ്രകാരമുള്ള ധനത്തിൽ പ്രശംസിച്ചുകൊണ്ട് ഒരല്പം പോലും ഈ ദൈവവിഷയത്തിൽ സമ്പന്നതയില്ലാത്ത ഒട്ടനവധി ജനങ്ങളുണ്ട്. അതിൽ ക്രിസ്തു വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുമുണ്ട്. ഞാൻ ആ കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2-മത്തെ കാര്യം, ഈ ആത്മീക സമ്പത്ത് ലഭിക്കുന്നത് അവനിൽ ആണ്. അവനിൽ നിങ്ങൾ സകലത്തിലും സമ്പന്നരായിത്തീർന്നു. യേശുക്രിസ്തുവിലാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളാണ്. പാപക്ഷമയും നിത്യജീവനും ദൈവകൃപയും സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും അത് മുഖാന്തരം ലഭിക്കുന്നതായ ആത്മാധിവാസം, എത്രയെത്ര അനുഗ്രഹങ്ങൾ ഇത് ലഭിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ സമ്പത്ത്. അവനാണ് നമ്മുടെ സമ്പത്ത്. അവനിലാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ. ലവദോക്യ സഭയെക്കുറിച്ച് വായിക്കുമ്പോൾ അത് താഴേക്ക് വായിച്ച അതിൻ്റെ 20-ാം വാക്യത്തിൽ കർത്താവ് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു, ഞാൻ വാതിലുകളിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. അവരുടെ ദാരിദ്ര്യത്തിൻ്റെ കാരണം അവരുടെ മധ്യേ കർത്താവില്ലായിരുന്നു. യേശുക്രിസ്തു അവരുടെ ജീവിതത്തിന് പുറത്തായിരുന്നു. യേശുക്രിസ്തുവിൽ, കർത്താവിൽ മാത്രമാണ് ആത്മീക സമ്പത്ത് അനുഭവിക്കുവാൻ കഴിയുന്നത്. 3-മതായി ഇവിടെ ഓർപ്പിക്കുന്നത്, നിങ്ങൾ സമ്പന്നരായിത്തീർന്നു, സകലത്തിലും സമ്പന്നരായിത്തീർന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീക സമ്പത്ത് പ്രാപിച്ചു കഴിഞ്ഞു. പ്രാപിക്കും എന്നല്ല, പ്രാപിച്ചു കഴിഞ്ഞു. അത് പ്രത്യേകം ഇനി അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് വിശ്വസിക്കുക, അത് അനുഭവിക്കുക. ശരിയാണ്, അനേക വിശ്വാസികൾ ആത്മീക സമ്പത്ത് യേശുക്രിസ്തുവിൽ ലഭ്യമായിട്ടും അത് അനുഭവിക്കാത്തവരുണ്ട്.
സ്മുർന്നയിലെ സഭയോട് പറയുമ്പോൾ, നിങ്ങൾ ദരിദ്രരാണ് ലോകപ്രകാരം, പക്ഷേ ധനവാനാകുന്നു നിങ്ങൾ ആത്മീകമായ നന്മയും സമ്പത്തും അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും നാം അത് ബോധവാന്മാരല്ല. ലോകത്തിൽ പണക്കാരുണ്ട്, ധനവാന്മാരുണ്ട്. അവർക്ക് ലഭിക്കാത്ത, അവരുടെ ഹൃദയത്തിലില്ലാത്ത സമാധാനവും സ്വർഗീയ സന്തോഷവും പ്രത്യാശയും സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കുന്ന ക്രിസ്തു വിശ്വാസികൾ നാമാണ് യഥാർത്ഥ സമ്പന്നർ. ഇത് നാം അനുഭവിച്ചു കഴിഞ്ഞു, അനുഭവിച്ചുകൊണ്ടേയിരിക്കണം, അതിൽ സന്തോഷിക്കണം, നാം വിശ്വസിക്കണം. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്, അവർക്ക് ലഭിച്ച സകല സമ്പത്ത്, ആത്മീകമായ സകല സമ്പത്ത് 3 മേഖലയിലാണ്. സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു, സകല വചനത്തിലും സമ്പന്നരായി തീർന്നു, സകല കൃപാവരത്തിലും സമ്പന്നരായി തീർന്നു. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട 3 കാര്യമാണത്. ഒന്ന്, സകല പരിജ്ഞാനം. ദൈവഹൃദയത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് അറിയാനുള്ള ഭാഗ്യം യേശുക്രിസ്തുവിൽ നമുക്ക് കർത്താവ് നൽകി. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം, ലോകത്തെക്കുറിച്ചുള്ള ദൈവിക പരിപാടികൾ, അങ്ങനെ എത്രയെത്ര വിലപ്പെട്ട ആത്മീക സത്യങ്ങൾ അനേകർക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ തുറന്ന് നമ്മെ ബോധ്യപ്പെടുത്തി, അതൊരു വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല, സകല വചനത്തിലും ദൈവികമായ സത്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്രാപ്തി, അത് പറയുവാനുള്ളതായ പ്രാപ്തി, അത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള പ്രാപ്തി. മാത്രമല്ല, 3ാമത്തെ മേഖലയാണ് കൃപാവരം. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഒരു സ്ഥലം സഭ. ദൈവജനത്തിൻ്റെ വലിയ സൗഭാഗ്യമാണത്. യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായത്താൽ ലഭിക്കുന്ന ദൈവികമായ കൃപാവരങ്ങൾ, ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലഭിക്കുന്ന പ്രത്യേകമായ പ്രാപ്തികൾ. അപ്പോസ്തലനായ പൗത്രോസ് പറയുന്നു, ഈ വിവിധങ്ങളായ കൃപാവരങ്ങൾ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിച്ചു കൊള്ളുവീൻ. 3 മേഖലയിൽ കൊരിന്തിലെ വിശ്വാസികൾ സകലത്തിലും സമ്പന്നരായിത്തീർന്നു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസിയെ, നമ്മുടെ ആത്മീക സമ്പത്തിൻ്റെ ബോധ്യം നമുക്കുണ്ടോ? നമ്മൾ കർത്താവിൽ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗത്തിലെ സകല നന്മകളെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് വേണം. അത് ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അനുഭവിക്കണം. അതിനെ ഉപയോഗിക്കണം. അതിനെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. അതിനേറ്റവും അത്യാവശ്യമായ കാര്യം നമ്മുടെ ആത്മീക ദാരിദ്ര്യത്തിൻ്റെ ബോധ്യമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, എന്ത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ഞാൻ നിന്നെ കൂടുതൽ അറിയണം. നിൻ്റെ കൃപ, നിൻ്റെ സ്നേഹം, നിൻ്റെ ദയ, നിൻ്റെ സ്വഭാവം, നിൻ്റെ ഗുണങ്ങൾ എന്നിൽ കൂടുതൽ ലഭിക്കണമെന്നുള്ള ആ ഒരു ആത്മീക വാഞ്ച നമുക്കുണ്ടാകണം. നമ്മുടെ യഥാർത്ഥമായ ആത്മീക പാപ്പരത്വത്തിൻ്റെ ബോധ്യം നമുക്കുണ്ടാകണം. അത് നാം ഏറ്റുപറയുമ്പോൾ, അത് നാം സമ്മതിക്കുമ്പോൾ, നമ്മുടെ കർത്താവിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീക സമ്പത്ത്, അതാണ് യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ സമ്പത്തിൽ നമുക്ക് കർത്താവിനെ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ ആത്മീക സമ്പത്ത് ഇന്ന് അനുഭവിക്കുവാൻ യേശുക്രിസ്തുവിൽ നമുക്കിടയാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ.